നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 11 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ കേസിൽ പ്രതിക്ക് 76 വർഷം കഠിന തടവും 7,60,000 രൂപ പിഴയും ശിക്ഷ. ദേശീയപാത കുറുമാലിയിൽ ബൈക്കിലിടിക്കാതിരിക്കാൻ വെട്ടിച്ച കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 85-ാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 79-ാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി. വാർത്തകൾ വിശദമായി. പതിനൊന്ന് വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ കേസിൽ പ്രതിക്ക് 76 വർഷം കഠിന തടവും 7,60,000 രൂപ പിഴയും ശിക്ഷ. എടക്കുന്നി പനയംപാളം സ്വദേശി തായ്പറമ്പത്തെ വീട്ടിൽ പ്രേംലാലിനെയാണ് തൃശൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി രമ്യ മേനോൻ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി കെ സുരജ് കോടതിയിൽ ഹാജരായി. ദേശീയപാത കുറുമാലിയിൽ ബൈക്കിലിടിക്കാതിരിക്കാൻ വെട്ടിച്ച കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ചിറ്റിശ്ശേരി സ്വദേശിയായ കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറിന് മുമ്പിലുണ്ടായിരുന്ന സ്കൂട്ടർ പെട്ടെന്ന് യു-ടേൺ തിരിയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഈ സമയത്ത് കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടെങ്കിലും നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 85-ാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 21-ാം വാർഡ് മെമ്പർ ഫെമിദ അധ്യക്ഷത വഹിച്ചു. ALMC അംഗങ്ങളായ പ്രേംകുമാർ, MD മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പരിപാടിയിൽ നവാഗതരായ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളും മധുര വിതരണവും നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ആശാവർക്കർ ഷീജ ചടങ്ങിന് നന്ദി പറഞ്ഞു. അടിത്തറ എന്ന് പറയുന്നത് അംഗനവാടിയാണ്. നമ്മുടെ കുരുന്നുകൾ ആദ്യമായിട്ട് അവർ വിദ്യാഭ്യാസത്തിൽ കടന്നു വരുന്ന ആദ്യ മേഖലയാണ്. അവരുടെ ചിന്തകളും അവരുടെ വ്യക്തിത്വങ്ങൾക്ക് രൂപപ്പെട്ട് വരികയാണ്. നമ്മൾ പോലും അറിയാതെ അവരിലേക്ക് ഒരുപാട് മനഃശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ഈ സമയത്ത് നമ്മൾ കാണുന്നില്ല, പക്ഷെ അവർ വരുന്നുണ്ട്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 79-ാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അനിൽ പുളിക്കൽ മുഖ്യ അതിഥിയായിരുന്നു. അംഗനവാടിയിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന കുട്ടികൾ ഒരു നാടിന്റെ പ്രതീക്ഷ ആണെന്നും രാജ്യത്തിന്റെ ഭാവി ഭാഗത്തെയും നിർണ്ണയിക്കുന്നത് കുട്ടികൾ ആണെന്ന് അനിൽ പുളിക്കൽ പറഞ്ഞു. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലളിത മോഹൻദാസ്, അംഗൻവാടി വർക്കർ ഷീബ ടീച്ചർ എന്നിവർ ആശംസകൾ സംസാരിച്ചു. കേക്ക് മുറിച്ചും മധുര വിതരണം ചെയ്തും പ്രവേശനോത്സവം കൊണ്ടാടി. കുട്ടികൾക്ക് കുളത്തേക്കാട്ട് റസാഖിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വിവിധ വർണ്ണത്തിലുള്ള കുടയും ബാഗും വാട്ടർ ബോട്ടിലുകളും വിതരണം ചെയ്തു. തൃത്തല്ലൂരിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരനടക്കം 2 പേർക്ക് പരിക്ക്. സ്കൂട്ടർ ഓടിച്ചിരുന്ന തളിക്കുളം കച്ചേരിപ്പടി സ്വദേശി വലിയകത്ത് വീട്ടിൽ ഖാദർ മകൻ മുഹമ്മദ് യൂനസ്, കാൽനട യാത്രക്കാരനായ വാടാനപ്പള്ളി ശാന്തി റോഡിൽ വടക്കൻ വീട്ടിൽ സുനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 11:30-ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ തൃശൂർ മദർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ യൂനസിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുരുക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് നവഗ്രഹ ശാന്തി ഹോമം, വരുണ പൂജ, വരുണ കലശ സമർപ്പണം, ഭഗവതി സേവ, വിളക്കെഴുന്നിപ്പ് തുടങ്ങിയവ നടന്നു. ചടങ്ങിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രി ഞാറക്കൽ, മേൽശാന്തി കലേഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ, ക്ഷേത്രം ഭാരവാഹികളായ KM വിജയൻ, PV പ്രതാപൻ, ദിവാകരൻ കുറുപ്പത്ത്, KS സന്തോഷ്, KR രഘുനാഥൻ, സഹദേവൻ, PK കുട്ടൻ, KK പ്രതാപൻ, മണി കാവുങ്ങൽ, മാതൃസമിതി ഭാരവാഹികളായ പ്രീതി ഉത്തമൻ, ജിഷ ഉണ്ണികൃഷ്ണൻ, സിനി, അജിത സത്യൻ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലത്തെ കുടുംബ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു.
പ്രധാന പ്രതിയായ കയ്പമംഗലം വഞ്ചിപ്പുര സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ 31 വയസ്സുള്ള ശരത്തിനെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമാണ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂട്ടുപ്രതികളായ കയ്പമംഗലം വഞ്ചിപ്പുര സ്വദേശികളായ തറയിൽ വീട്ടിൽ മിഥുൻ, പുളിക്കൽ വീട്ടിൽ മുകേഷ്, ഹരി എന്നിവരെയും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോഗൻ ഇന്ത്യയുടെ 43-ാം വാർഷികാഘോഷം അവിരാം 2026 സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ബ്ലാക്ക് ബെൽറ്റ്, കളർ ബെൽറ്റ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം, കുടുംബ കൂട്ടായ്മ എന്നിവ നടത്തി. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക നിലയത്തിൽ നടന്ന വാർഷികാഘോഷം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈന പ്രദീപ് അധ്യക്ഷനായി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മാങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ട്രഷറർ അനന്യ സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് റഫറി CP ഗോപകുമാർ, നാഷണൽ റഫറി അജയകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അസോസിയേഷൻ ചീഫ് കോർഡിനേറ്റർ KA കൊച്ചുമോൻ, ടെക്നിക്കൽ ഡയറക്ടർ രജനി സന്തോഷ്, VS അശ്വന്ത് കൃഷ്ണ, മദേഴ്സ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് പ്രസിഡന്റ് ലയ മിത്രൻ, അംഗം ഷീജ മനോജ്, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ PD അർത്തന, വിദ്യാർത്ഥി പ്രതിനിധി തേജൽ മിത്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ നടന്നു വന്നിരുന്ന വായനക്കളരി ബാലവേദി ക്യാമ്പ് സമാപിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നവമി പ്രസാദ് അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി രതിഷ രാധാകൃഷ്ണൻ, AV സതീഷ്, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TN അജയകുമാർ, K കൊച്ചുമോൻ, MM പ്രതാപൻ, AV പ്രദീപ് ലാൽ, KS അഭയ, TR മഞ്ജുഷ, സുനിത ബിജോയ്, ആര്യനന്ദ, ഏന രമേശ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന മികവഴക് പുരസ്കാരം നേടിയ KB സന്ധ്യയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാന വിതരണം നടത്തി. വിവിധ ക്ലാസുകൾ നയിച്ച മെന്റർമാരെ ആദരിച്ചു. SNDP യോഗം പെരിഞ്ഞണം ഈസ്റ്റ് ശാഖയിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം AK തിലകൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ER കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി PD ശങ്കരനാരായണൻ, വൈസ് പ്രസിഡന്റ് KK കുട്ടൻ, ജയപ്രകാശ്, സുരേഷ് ബാബു, പ്രഭാകരൻ, രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. 150 കുട്ടികൾക്കാണ് നോട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് ഹരിശ്രീ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി. വാർഡ് മെമ്പർ ഷാഹിർ പഴുംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം ഖദീജ പുതിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് മുഖ്യാതിഥിയായിരുന്നു. അംഗനവാടി വർക്കർ ബീന തമ്പി, ആശാ വർക്കർ മിനി, ജമാൽ മുള്ളൂക്കര, റിനോൺ ബോയ്സ് അംഗങ്ങളായ റാഫി പഴുംപറമ്പിൽ, ഫൈസൽ ബീരു, ഷാഫി ബീരു, ഷെഫീർ ഹുസൈൻ, ഇസ അസീസ്, അൻസിൽ അഡിമു, അലി ബീരാങ്കുഞ്ഞി എന്നിവർ പങ്കെടുത്തു. പുതിയ കുട്ടികൾക്കും തുടർ പഠനത്തിനായി മറ്റു വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്കും റിനോൺ ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സമ്മാനങ്ങൾ കൈമാറി. അന്തിക്കാട് പഞ്ചായത്തിലെ 8-ാം വാർഡ് പുത്തൻപീടിക ഉദയം അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം CL ജോബി അധ്യക്ഷത വഹിച്ചു. അംഗനവാടി അധ്യാപകരായ KN അഞ്ജലി, TK സതി, ആശാ വർക്കർ ഹേമ സതീശൻ, ALMSC അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളെയും അമ്മമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഘോഷയാത്രയും നടത്തി. അംഗനവാടിയിൽ പുതുതായി ചേർന്ന കുട്ടികൾക്കും അധ്യയനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങളും നൽകി. കയ്പമംഗലം 14-ാം വാർഡ് MIC അംഗനവാടിയിൽ പ്രവേശനോത്സവവും വിരമിക്കുന്ന കുട്ടികൾക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ദിസ്നേഷ് അജി ഉദ്ഘാടനം ചെയ്തു. അംഗനവാടിയിലേക്ക് 12 കുട്ടികളാണ് പുതുതായി ചേർന്നത്. കുട്ടികൾക്ക് പൂവും സമ്മാനങ്ങളും മധുരവും നൽകി സ്വീകരിച്ചു. വിരമിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും നൽകി ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. അബ്ബാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അംഗനവാടി വർക്കർ അനിഷ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് മെമ്പർ പ്രജീന, വിരാസാജി, KR സത്യൻ, ഷെഫീഖ്, യൂനസ്, ആശാ വർക്കർ ശൈലാദാസൻ എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു. കുട്ടികളുടെ പാട്ടുകഥ പറച്ചിലോടെ പ്രവേശനോത്സവം ആഘോഷമാക്കി. അംഗനവാടി ഹെൽപ്പർ ബിന്ദു പരിപാടിക്ക് നന്ദി പറഞ്ഞു. അനേക രക്ഷിതാക്കളും അമ്മമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. CBSE board exam result 2026. ഇത് വെറും ഒരു റിസൾട്ട് ആണോ? എവിടെ നിന്നാണ് ടോപ്പേഴ്സ് ഫ്രം? വേർ ഡിഡ് ദേ ഗെറ്റ് ദ ഹെൽപ്പ് ഫ്രം? സോ ലെറ്റ് മീ ടെൽ യു ദിസ് ബ്രീഫ് ടൈറ്റിൽ. സേ യെസ് അക്കാദമി. മാർക്സ് അല്ല ഇത്, മൈൻഡ് സെറ്റ് ആണ് സേസ് അക്കാദമിയുടെ പവർ. Yesterday they wished for it, today they earned it. So the just come join Says Academy for the best training of tuition. വാർത്താനേരം തുടരുന്നു. ക്ഷേമ പെൻഷൻ യഥാസമയം വിതരണം ചെയ്തില്ലെന്ന തെറ്റായ പ്രചരണം നടത്തി വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിനെ പൊതുമധ്യത്തിൽ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം വിലപ്പോവില്ലെന്നും ബാങ്കിന് ഉള്ളിൽ കയറി പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വയക്കാട്ടിൽ അറിയിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള തുക ട്രഷറിയിൽ മെയ് 26-ന് ക്രെഡിറ്റ് ആയ വിവരം വൈകിട്ടാണ് ലഭിച്ചത്. ഇത്രയും വലിയ തുക ഒറ്റയടിക്ക് ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാത്തതിനാൽ കേരള ബാങ്കിന്റെ വാടാനപ്പള്ളി ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ശേഷം 27-ന് വൈകിട്ടാണ് കേരള ബാങ്കിൽ ക്രെഡിറ്റ് ആയത്. ഈ പണം കൃത്യസമയത്ത് ലഭിക്കില്ലെന്നറിഞ്ഞ് ഗോൾഡ് ഓഡി അക്കൗണ്ടിൽ നിന്നുള്ള പണമെടുത്താണ് പെൻഷൻ വിതരണം നടത്തിയത്. ഇത്രയും കാര്യങ്ങൾ സുതാര്യതയിലിരിക്കെ ഇല്ലാക്കഥകൾ പറഞ്ഞ് ബാങ്കിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ചില UDF പ്രവർത്തകർ നടത്തിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. സെക്രട്ടറി ബിജു MP, വൈസ് പ്രസിഡന്റ് ഷീന സോമൻ, ഡയറക്ടർമാരായ ആരിഫ അഷ്റഫ്, ബഷീർ വലിയകത്ത് എന്നിവരും പേരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെൻഷൻ വിതരണത്തിൽ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകളും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. ചിലപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളെ കൊണ്ട് ഒരു ദിവസമൊക്കെ വൈകാറുണ്ട്. പക്ഷേ അവധി ദിവസങ്ങൾ പോലും പ്രവർത്തിച്ചുകൊണ്ടാണ് അതിന്റെ കണക്കുകൾ എടുക്കുകയും കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നത്. അവരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടാണ് കുറ്റമറ്റ രീതിയിൽ പെൻഷൻ വിതരണം ഇക്കാലം അത്രയും നടന്നത്. ചാഴൂർ പഞ്ചായത്ത് 14-ാം നമ്പർ പല്ലവി അംഗനവാടിയിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ സുനില ഷിനോജ് ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി വർക്കർ ജിക്സി ജിനോ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ റിതേഷ് വന്നേരി, സ്വപ്ന അനിൽ, ബിന്ദു തമ്പിരാജ്, അനിൽ EC എന്നിവർ സംസാരിച്ചു. അപ്പോൾ ആദ്യത്തെ അവരുടെ ഒരു CPS എന്ന് പറയുന്നത് അംഗൻവാടിയാണ്. അതിലേറ്റവും അതുപോലെ തന്നെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് തല അംഗനവാടി പ്രവേശനോത്സവം നടത്തി. നാട്ടിക പഞ്ചായത്ത് 4-ാം വാർഡിൽ 64-ാം നമ്പർ അംഗനവാടിയിൽ നടന്ന ബ്ലോക്ക് തല അംഗനവാടി പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. നാട്ടിക പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് സ്വാഗതവും അംഗനവാടി ടീച്ചർ PK ശശികല നന്ദിയും പറഞ്ഞു. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. പുല്ലാർക്കാട്ട് 62 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വീടിന്റെ പരിസരത്ത് എത്തിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം. കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി 2 പ്രതികൾ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായി. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശികളായ മേനേഴത്ത് പറമ്പിൽ സച്ചു, ചെട്ടിപ്പാടത്ത് വീട്ടിൽ സായി ആനന്ദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്നാണ് പ്രതികളെ വലയിലാക്കിയത്. കൊടുങ്ങല്ലൂർ പോലീസ് SHO ബിജോയ്, SIമാരായ ശിവശങ്കരൻ, വിവേക്, ജോഷി തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ 9 ദിവസങ്ങൾക്കുള്ളിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നഷ്ടപ്പെട്ട 25 മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്തതായി സിറ്റി പോലീസ് അറിയിച്ചു. ആന്ധ്രാപ്രദേശ്, ബീഹാർ, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത്. സയർകോട്ടിൽ രജിസ്റ്റർ ചെയ്ത പരാതികളിലാണ് നടപടി ഉണ്ടായത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖ് മൊബൈൽ ഫോണുകൾ ഉടമസ്ഥർക്ക് കൈമാറി. അസിസ്റ്റന്റ് കമ്മീഷണർ M. ശശിധരനും ചടങ്ങിൽ പങ്കെടുത്തു. പാലപ്പള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ കുണ്ടായി സ്വദേശി കൊല്ലേരി അഷ്റഫിന്റെ മൂരിക്കുട്ടിയാണ് ചത്തത്. മൂരിക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കുണ്ടായി ചൊക്കന റോഡിൽ എസ്റ്റേറ്റ് ക്യാന്റീന് സമീപത്താണ് പുലി ഇറങ്ങിയത്. വനപാലകരെത്തി സ്ഥലത്ത് പരിശോധന നടത്തി. മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 ആഴ്ച മുമ്പ് പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായയെയും കൊന്നിരുന്നു. പുലിയെ പിടിക്കുന്നതിനായി കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഴയന്നൂരിലെ കയറുംപാറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ടെക്സ്റ്റൈൽസ് നിർമ്മാണ സ്ഥാപനത്തിലെ പൂജാമുറിയിൽ നിന്ന് 17 ലക്ഷം രൂപയടങ്ങിയ ലോക്കറുമായി മുങ്ങിയ ജീവനക്കാരനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. കമ്പനിയിലെ ജീവനക്കാരനും തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിയുമായ സൂര്യയാണ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത്. സ്ഥാപന ഉടമയുടെ എല്ലാ നീക്കങ്ങളും അറിയാവുന്ന പ്രതി തിങ്കളാഴ്ച രാത്രിയാണ് ആസൂത്രിതമായി കവർച്ച നടത്തിയത്. ദേശീയപാത വാണിയമ്പാറയിൽ ടിപ്പറിന് പുറകിൽ പിക്കപ്പ് വാനിടിച്ച് അപകടം. തുടർച്ചയായി 3-ാം ദിവസമാണ് വാണിയമ്പാറയിൽ അപകടമുണ്ടാകുന്നത്. പാലക്കാട് ദിശയിലേക്ക് പോവുകയായിരുന്ന ട്രാക്കിൽ 3 വരിയിൽ നിന്നും 2 വരിയിലേക്ക് ചുരുങ്ങുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. മുന്നിൽ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ഇടിക്കാതിരിക്കാൻ കാർ വേഗത കുറച്ചപ്പോഴായിരുന്നു അപകടം. അപകട സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി വെച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ എടുത്തുമാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോൺക്രീറ്റ് സ്ലാബുകൾ എടുത്തുമാറ്റാമെന്ന് പോലീസ് നൽകിയ ഉറപ്പിന്മേലാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ എടുത്തുമാറ്റിയത്. തിരുവത്രയിൽ DCC അംഗത്തെ ആക്രമിച്ചതായി പരാതി. DCC അംഗവും കാർഷിക ബാങ്ക് പ്രസിഡന്റുമായ HM നൌഫലിനെയാണ് ആക്രമിച്ചത്. DCC അംഗവും കാർഷിക ബാങ്ക് പ്രസിഡന്റുമായ HM നൌഫലിനെയാണ് ആക്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. വീട്ടിലേക്ക് വരുന്ന വഴി തിരുവത്ര കോട്ടപ്പുറത്ത് വച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ പരിക്കേറ്റ നൌഫൽ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 11 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ കേസിൽ പ്രതിക്ക് 76 വർഷം കഠിന തടവും 7,60,000 രൂപ പിഴയും ശിക്ഷ. ദേശീയപാത കുറുമാലിയിൽ ബൈക്കിലിടിക്കാതിരിക്കാൻ വെട്ടിച്ച കാർ നിയന്ത്രണം വിട്ട് പറഞ്ഞു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 85-ാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 79-ാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.